സുനീർ 29 വയസ്സായിരുന്നു. 29 വയസ്സായിരുന്നു സുനീറിൻ്റെ പ്രായം. അതായത് ദീപകിൻ്റെ പ്രായം 41, 42. സുനീറിൻ്റെ പ്രായം 29 വയസ്സാണ്. ഭാര്യയുടെ പരാതിയിലും മറ്റും മനംനൊന്ത് അദ്ദേഹം ആത്മഹത്യയിട്ട് ഞങ്ങൾ ഏകദേശം ഒരാഴ്ച DGPയുടെയും പോലീസ് ഓഫീസിലും കയറി ഇറങ്ങിയതിന് ശേഷമാണ് ഒരു പരാതി പോലും അവർ എടുക്കാൻ തയ്യാറായത്. അങ്ങനെ ആ പരാതി ആദ്യം പോലീസുകാരനോട് വളരെ നേരിട്ട് പറഞ്ഞു, നിങ്ങളൊരു അഡ്വക്കേറ്റ് അല്ലേ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ നമുക്ക് അങ്ങനെ പരാതികളൊന്നും എടുക്കാൻ കഴിയില്ല. രാമൻ സാറേ, സ്ത്രീ മരിക്കുന്നത് പോലെ, സ്ത്രീ ആത്മഹത്യ ചെയ്യുന്ന പോലെ തന്നെയല്ലേ പുരുഷനും ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ എന്തുമാത്രം അനീതിയാണ്. പക്ഷേ ഇപ്പോഴും അതിൻ്റെ ക്രൂരമായ തമാശ, ഒരുപക്ഷെ ദീപകിൻ്റെ കേസിന് നാളെ സംഭവിക്കാൻ പോകുന്ന എന്താണെന്നുള്ളതിൻ്റെ വ്യക്തമായ ദൃഷ്ടാന്തമാണ് കഴിഞ്ഞ ഇത്രയും മാസങ്ങളിൽ ഇവരുടെ കേസിന് സംഭവിച്ചത്. എന്താണെന്ന് അത് നേരിട്ട് അനുഭവിച്ച അവരുടെ കുടുംബക്കാർ തന്നെ പറയും. പോലീസുകാർ അവരോട് എങ്ങനെയാണ് പെരുമാറിയതെന്ന് പറയും. എങ്ങനെയാണ് ഈ കേസിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായെന്ന് പറയും. ഞാൻ അമ്മയോട് സംസാരിച്ചപ്പോൾ ദീപകിൻ്റെ കുടുംബത്തെയും മറ്റുമാണ് ഓർത്തത്. ഇനിയും ദീപകിൻ്റെ കുടുംബം, ഒരുപക്ഷെ ദീപകിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വേദന നമ്മളെല്ലാം കണ്ടു. അവർ ഇനിയും വരാൻ പോകുന്ന മാസങ്ങളിൽ അനുഭവിക്കാൻ പോകുന്ന എന്താണെന്ന് ഒരുപക്ഷെ സുനീറിൻ്റെ ഉമ്മ നമ്മളോട് പറയും. ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കണം എന്ന ആഗ്രഹത്തിലാണ് നിങ്ങൾക്കടക്കം പുരുഷ കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾ തരുന്നത്. ഓരോ ദിവസവും എനിക്ക് അറ്റ്ലീസ്റ്റ് 2 ഡസനോ 3 ഡസനോ കോളുകളെങ്കിലും വരും. ഈ എല്ലാ വിഷയങ്ങളും നമുക്ക് വ്യക്തിപരമായി ഏറ്റെടുക്കാൻ അപ്രായോഗികമാണ്. ഇവിടെയാണ് നമ്മളൊരു ഹെൽപ്പ് ലൈൻ അടക്കം 26-ാം തീയതി നമ്മുടെ റിപ്പബ്ലിക് ഡേയിലെ ഒരു ഹെൽപ്പ് ലൈൻ അടക്കം ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിനെ നിങ്ങൾ പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കാനാണ്. അപ്പോൾ ഉമ്മ തന്നെ യഥാർത്ഥത്തിൽ ഈ പരാതി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്തതും, അതിനുശേഷം ആ പെൺകുട്ടി കൗണ്ടർ പരാതി എന്ന രീതിയിൽ ഇവർക്കെതിരെ പരാതി കൊടുത്തു. ഇവരുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യിച്ചു. ആ പെൺകുട്ടി ഇവർ പരാതി കൊടുത്തുകൊണ്ട് കൗണ്ടർ പരാതിയായിട്ട് കൊടുത്താണ്. ആ പരാതി നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തു. പക്ഷേ ഇവരുടെ പരാതി ഇപ്പോഴും അവിടെ തന്നെ കിടക്കുകയാണ് എന്നുള്ള ക്രൂരമായ അവസ്ഥയാണ്. നാളെ ഒരു ദീപക്കോ സുനീറോ നമ്മുടെ മകനോ സഹോദരനോ നമ്മുടെ വീട്ടിലാരെങ്കിലും ആകുമെന്നുള്ളൊരു തിരിച്ചറിവ് വേണം. ഉമ്മ തന്നെ പറയട്ടെ. അതുകൊണ്ട് ഉമ്മയിലേക്ക് ഈ പരാതി കൊടുത്തതിന് ശേഷം ഞങ്ങൾ കുറേ ദിവസം മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം സ്റ്റേഷനിൽ വിളിച്ചത്, മൊഴിയെടുക്കാനെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് നമ്മൾ പറയേണ്ടതൊന്നും അല്ല അവരവിടെ എഴുതിയെടുക്കുന്നത്. അവർ ഇതനുസരിച്ച് അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് എഴുതിയെടുത്തിട്ട് അത് അങ്ങനെയല്ലെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഇനി വിട്ടിട്ട് എന്നിട്ട് ഇതും മറുപടിയും കിട്ടിയിട്ടില്ല. കേസ് എന്തുകൊണ്ട് എടുക്കാത്തത്? അവൻ്റെ മരണം വഴിയുണ്ടല്ലേ, പ്രേരണാ കുറ്റത്തിന് കേസെടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായമായിരുന്നു. അപ്പം നമ്മൾ വേറൊരു അഡ്വക്കേറ്റിനെ കാണിച്ചപ്പം അത് പ്രേരണാ കുറ്റത്തിനല്ല അവർ കേസെടുത്തേക്കുന്ന, സ്വാഭാവിക മരണത്തിനാണ് അവർ കേസെടുത്തേക്കണേന്ന് പറഞ്ഞു. അതങ്ങനെ പറ്റൂല. രണ്ടാമതൊരു പരാതി DGPക്ക് ഇട്ടതിന് ശേഷം ഇങ്ങനെ കേസെടുക്കണമെന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ വീണ്ടും അവിടെ നിന്ന് മെസ്സേജ് പോയി. അവിടെ നിന്ന് വീണ്ടും എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു. അപ്പം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. എൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞു, ഇണക്കാണെന്നുള്ളത് പറഞ്ഞിട്ട് അത് അവരവിടെ കട്ട് ചെയ്ത് വെച്ച്. എന്നിട്ട് ഞാൻ കുറേ ദിവസം കഴിഞ്ഞ് വീണ്ടും സ്റ്റേഷനിൽ ഞാൻ വിളിച്ച്, എന്തായി സാറേ, കേസിൻ്റെ കാര്യം എന്തായി എന്ന് പറഞ്ഞാൽ അത് അന്വേഷിക്കുന്നുണ്ട്. എങ്ങനെ അന്വേഷിക്കണമെന്ന് കേട്ടാൽ എനിക്ക് അറിഞ്ഞൂടാ. അവളെ 2-3 പ്രാവശ്യം ഞങ്ങൾ പോയിട്ടും അവളെ ഒരു പ്രാവശ്യം വിളിച്ചതേ ഉള്ളൂ. അവളെ ഉപ്പുപ്പായോ മാമായോ വേറെ ഒരു കേസുമായിട്ട് അന്വേഷിക്കേ, അവരെ വീട്ടിൽ പോയി തിരക്കേ, അവരുടെ നാട്ടുകാരടുത്ത് പോയി അന്വേഷിക്കേ ഒന്നും ചെയ്തില്ല. അതായത് ഞങ്ങളെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഒരു പ്രാവശ്യം വീട്ടിൽ വന്ന് മൊഴിയെടുത്തിട്ട് അയൽവക്കത്തും വന്ന് മൊഴിയെടുത്ത് ഞങ്ങൾ അവളെ കൊന്നണക്കുള്ള മൊഴിയാണ് ചോദിച്ചിട്ട് പോയത്. നമുക്കായിട്ട് ഒരു അനുകൂലമായിട്ടുള്ള ഒരു മൊഴിയും അവരെടുത്തിട്ടില്ല. പോയി വീണ്ടും മാസങ്ങൾ കഴിഞ്ഞ് വീണ്ടും വിളിച്ചു ചോദിക്കുമ്പോൾ അന്വേഷിക്കുന്നുണ്ട്.